ഇങ്ങനെ അടുത്തിരി. താഴെ വലിയ താഴ്ചയാ. പോയില്ല അങ്ങോട്ട് പോട്ടെ, നമുക്ക് ഒരുമിച്ച് അങ്ങ് മരിക്കാമല്ലോ. അയ്യോ കാറ്. ഗോവാല അത് പേശകാണല്ലോടാ ഗോവാല. ഇടാ ശരി. കണ്ടോ എവിടെ പോന്നു? ഹലോ, എങ്ങോട്ടാണ്? അങ്ങളേ അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. സൈഡ് ഒതുക്കിക്കൊടു, അയാളൊന്ന് പോയിക്കോട്ടെ. കടന്നു പോകാനൊന്നും അല്ലെന്നേ, അവന്റെ രോഗം വേറെയാ. വേണ്ടി പരിശ. ഹലോ, ഓക്കറിൽ കാണിക്കുന്നു, അടിച്ച് പല്ലിയെ കളയും. നിങ്ങൾ ചൂടാവാതെ, ഞാനൊരു ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചിട്ടല്ലേ ഫോളോ ചെയ്തത്. എന്ത് ചോദ്യം? നാട്ടിൽ മഴയുണ്ടോ? ഞാനെന്താ കാലാവസ്ഥ നിരീക്ഷണം? ഇതിപ്പോ ആർക്കും പറയാവുന്ന ഒരു കാര്യമല്ലേ. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ നാട്ടിൽ നിന്നാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ ചോദിച്ചത്. നാട്ടിലെങ്ങനെയാ മഴയുണ്ടോ? മഴ പെയ്യാതിരിക്കാനും പെയ്യാനും സാധ്യതയുണ്ട്. വേലേ മനസ്സ് വെച്ചാൽ മതി. ഈ പ്രായം കഴിഞ്ഞ ഞാൻ ഇടം വരെ എത്തിയത്. ഒറ്റത്തരം കാണിച്ചാൽ അതിലും വലിയ കയറ്റയാ, പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടിൽ മഴയുണ്ടോ? Is it raining in Kerala? ആണുങ്ങളോട് സംസാരിക്കണോ? അയ്യോ, അങ്കിളിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ടൈപ്പേ അല്ല. നാട്ടിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. മകളായിരിക്കും അല്ലേ? അല്ല, അമ്മയാ. ഞാൻ വിചാരിച്ചു കാരനോടെ കൈ ചൗക്കറ്റിക്ക് വീഴുമെന്ന്. അതിനെന്താ, ഞാൻ വല്ല വൃത്തികേടും കാണിച്ചോ? ഇറ്റ്സ് ഓൾ ദെയർ ഇൻ ദ ഗെയിം. വണ്ടിയുടെ ഗുഡ് മോർണിംഗ്. മോർണിംഗ് മോർണിംഗ്. സൂട്ട് റൂം ഉണ്ടല്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ് തോമസ് ചാക്കോ. സാറിന്റെ വൈഫാണോ? എന്താ തനിക്ക് പിടിച്ചില്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ് പറഞ്ഞ വേറെ വല്ല അർത്ഥമുണ്ടോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം സാർ വന്നപ്പോ വേറൊരു സ്ത്രീയായിരുന്നു കൂടെ. അതെ, അതിനെന്താ? ഒരു കല്യാണം കഴിക്കാൻ പാടുള്ള നിയമമൊന്നുമില്ലല്ലോ. ഓ, ഇത് സെക്കൻഡ് വൈഫ് ആയിരിക്കും അല്ലേ? അല്ല, പേരാ. വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. എന്തൊക്കെ അറിയേണ്ടത്? ചിലർക്ക് മോളാണെന്ന് അറിയണം, ചിലർക്ക് മരുമോളാണെന്ന് അറിയണം. മുറി തരാൻ പറ്റുമെങ്കിൽ തരിക, അല്ല ജീവചരിത്രം ബയോഡാറ്റ എന്ന് അറിയണ്ട. അപ്പം തിന്നാ മതി, ഒഴി എണ്ണണ്ടാന്ന് ചുരുക്കം. മനസ്സിലായോ? ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ പ്രശ്നം? അല്ല മിസ്റ്റർ നായർ, ഫാമിലി ആയിട്ട് വരുമ്പോ ശല്യമില്ലാതെ താമസിക്കുന്നത് എന്റെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ തന്റെ മാനേജർമാർക്ക് ജീവചരിത്രം മുഴുവൻ അറിയണമെന്ന് പറഞ്ഞ കഷ്ടമാണല്ലോ. എന്താ പ്രശ്നം? ഞാൻ രജിസ്റ്ററിൽ എഴുതാൻ വേണ്ടി വൈഫാണോ എന്ന് ചോദിച്ചെന്നേ ഉള്ളൂ സാർ. സാറിനെ പോലുള്ള ആളെ കണ്ടറിഞ്ഞൂടെ? ഡീസന്റ് ആയിട്ടുള്ള ആളെ കണ്ട അതിനനുസരിച്ച് പെരുമാറണം. രജിസ്റ്ററുള്ള പിന്നെ എഴുതാം. ആ സൂട്ട് റൂമിന്റെ കീ എടുക്ക്. സാർ, സോറി ഫോർ ദി ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്.
എന്താ ഒരു മൂടൗട്ട്? ലേറ്റ് ആയതിന് കണക്കാണോ? ഒരു ഹെൽപ്പ് ലേറ്റ് ആയിപ്പോയി എന്റെ പൊന്നുമോളെ. വാ വാ വണ്ടി വിടറാ. എത്ര നേരമായി കാത്തിരിക്കുന്നറിയോ? അയ്യോ, വണ്ടി വഴിയിൽ ബ്ലോക്ക് ആയി പോയിട്ടില്ല മോളെ. പിണങ്ങിയോ? മുല്ലപ്പൂമാലയൊക്കെ ചൂടി നല്ല ഫോമിലാണല്ലോ. വണ്ടി വിടാം. വിഷ്ണുവിന്റെ എത്രാമത്തെ ബർത്ത്ഡേയാ? 31ാമത്തെ. കഴിഞ്ഞ 30 വർഷങ്ങളിൽ എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. രാഗിന് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു. എനിക്ക് പേടിയാവുന്നു. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനൊരു ഹോട്ടലിൽ ഈ സമയത്ത്. രാഗിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടുന്ന് പോയേക്കാം. ഇഷ്ടമില്ലെന്നിട്ടല്ല, ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം. സ്നേഹമുള്ളിടത്ത് എന്തും സദാചാരമാണ്. ആ മുഖം ഒന്ന് നിർത്തിക്കേ പ്ലീസ്. ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല 1000 രാത്രികൾ ഞാൻ ഇരിക്കാം. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വിവരം കിട്ടവനെ ദൂരെ എങ്ങനെ പോയിരിക്കണം. അയ്യ അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താടാ? അതെ, ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട, ഇച്ചിരി ഓവർ ആവുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. തറയുന്നാ മതി, തോളെ കയറരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ ഗോ. എന്താ വിഷ്ണുട്ടാ? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ ഇറങ്ങിക്കോ. അയ്യോ ഇവിടെ വേണ്ട, കുറച്ചുകൂടി മാറ്റി നിർത്തൂ. ആരെങ്കിലും കാണും. ആരും കാണാത്ത ഇപ്പൊ ഏത് ലോകത്താ ടീച്ചറെ?